ഉണ്ണീഷൻ സാറേ, എന്താണ് ഇവിടെ കിടന്ന് വിളിച്ചു പോകുന്നത്? ഇതൊരു സർക്കാർ ഓഫീസാണെന്ന് അറിയില്ലേ? ഉണ്ണീഷൻ സാർ എവിടെ? ഉണ്ണീഷൻ ടാക്സി കളക്ഷൻ പോയിരിക്കാം. ടാക്സി കളക്ഷൻ പോയിരിക്കാണെന്ന്. കുറെ കാലായാലും ഉണ്ണിയെ പെണ്ണ് കെട്ടിക്കാൻ നടക്കുന്നു. അടുത്ത് അങ്ങനെ നടക്കുവോ? സംശയ ആദ്യം നടക്കാൻ പോകുന്നത് അവന്റെ അച്ഛൻ മാധവ പണിക്കരുടെ കല്യാണം. ഇന്ന് തൃക്കോട്ടൂർ അമ്പലത്തിൽ വെച്ച് 11-നും 11:30 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ മൂപ്പരുടെ 5:30 കല്യാണമാ. 5:30 കല്യാണം? അതെന്താ ഈ ആരാ? ഇപ്പൊ കെട്ടാൻ പോകുന്ന 6ാമത്തെ പെണ്ണ് തന്നെയാ. പക്ഷെ 5ാമത് കെട്ടിയതിനെ ഒരു ഫുൾ കല്യാണമായിട്ട് കരുതാൻ പറ്റില്ല. അതെന്താ? 5ാം ഭാര്യ കുറുക്കിക്കൊല്ലി കല്യാണി ഒരു 2ാം കെട്ടുകാരിയായിരുന്നു. അതുകൊണ്ട് നാട്ടുകാർ കളിയാക്കി പറയുന്നത് അതൊരു അരക്കല്യാണമെന്നാ. കുറുക്കിക്കൊല്ലി എന്നുള്ള വീട്ടുപേരാ? മണ്ടത്തരം പറയാതിരിക്കണോ. ഇത്രയും വൃത്തികെട്ട പേര് ആരെങ്കിലും സ്വന്തം വീടിന്റെ മുകളിൽ എഴുതി വെക്കോ? ഉണ്ണികൃഷ്ണന്റെ അച്ഛനെ കെട്ടാൻ വേണ്ടി കല്യാണി ആദ്യ ഭർത്താവിനെ വിഷം കുറുക്കി കൊടുത്ത് കൊന്നുന്ന ജനസംസാരം. കുറുക്കിക്കൊല്ലി കല്യാണി എന്ന് ആരെങ്കിലും അവള് കേൾക്ക വിളിച്ചാൽ അവന്റെ കാര്യം പോക്കാ. സാറേ, എന്റെ ഒരു ഫ്രണ്ടിനുള്ള കല്യാണാലോചനയായിട്ട് വന്നതാ. കല്യാണാലോചനയായിട്ട് ഓഫീസിൽ കയറി വരുന്നത് തന്നോട് ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഇന്ന് വൈകുന്നേരം ക്ഷേത്ര നടയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞല്ലേ നമ്മൾ മെനഞ്ഞാന്ന് പിരിഞ്ഞത്? അയ്യോ, ഒരു അത്യാവശ്യ കാര്യം പറയാണ്ടായിട്ടല്ലേ. എന്താ കല്യാണാലോചന വല്ല ശരിയായിട്ടുണ്ടോ? ശരിയായിട്ടുണ്ടെന്ന് മാത്രമല്ല, മുഹൂർത്തം നിശ്ചയിച്ചു കഴിഞ്ഞു. നേരാണോ ശിശുപാലൻ ചേട്ടാ ഈ പറയുന്നത്? നേരെ തന്നെ. പക്ഷെ കല്യാണം സാറിനല്ല, സാറിന്റെ അച്ഛൻ മാധവ പണിക്കർക്കാ. ഉണ്ണീഷോ, ഒരിക്കൽ കൂടി അച്ഛന്റെ കല്യാണ സദ്യ ഉണ്ണാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ ഉണ്ണീഷ. ശിശുപാലൻ ചേട്ടാ, എനിക്കൊരു സോഡ വാങ്ങിച്ചോണ്ടോ? ഉപ്പിടണോ? കുറച്ച്. വളകാണിയിടം. നിന്റെ ഈ കൊടും തമിഴൊന്നും എന്റെ അടുത്ത് കാച്ചണ്ട. എന്ത് ചെയ്യാനളിയാ? തമിഴിന്റെ മണം അടിച്ച അപ്പ ഞാൻ തമിഴ് വെച്ചു. ആ മുരുകന്റെ അനിയൻ ഇവിടെ നിൽക്കാമെന്നാണല്ലോ പറഞ്ഞത്. ആര്? ഗണപതിയോ? ഓഫീസിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന മുരുകന്റെ കാര്യമാണ് പറഞ്ഞത്. അയാളുടെ അനിയന് ഇവിടെ നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് ഏറ്റിട്ട് നമ്മളയാൾക്ക് തിരിച്ചറിയാൻ പറ്റും. എന്റെ സിഗ്നൽ നീ ഇവിടെ വന്ന വിവരത്തിന് ഞാൻ അനൗൺസ്മെന്റ് നടത്തണോ? എന്തേലും വേണം, ഞാൻ അങ്ങോട്ട് പറയാം. നല്ലൊരു തമിഴത്തി. എന്നെ തല്ലു ഒളിച്ച് അടങ്ങൂല്ലേ? വണക്കം സാർ. വണക്കം. ഉണ്ണികൃഷ്ണൻ സാറല്ലേ? അതെ. സുബ്രഹ്മണ്യം. അതെ. വണക്കോ. ഉങ്ങൾക്കാകത്താ ഇവിടെ നേരം വെയിറ്റ് പണിയിരുന്നേ. ഞങ്ങളെ എങ്ങനെ മനസ്സിലായി? അത് ബ്രദർ ഫോണിൽ വിളിച്ചൊരു ഏകദേശം രൂപം പറഞ്ഞിരുന്നു. പിന്നെ കൂടെ കൗണ്ടമണി എപ്പോൾ ഒരാളുണ്ടാവുന്നു പറഞ്ഞു. ഇയാളെ കണ്ടപ്പോഴേ സാർ ഉണ്ണികൃഷ്ണൻ സാറാണെന്ന് ഉറപ്പിച്ചത്. ഇതെന്റെ ഫ്രണ്ടാ കൊച്ചാപ്പി. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരു വാടക വീട് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. വരൂ, നമുക്ക് അങ്ങോട്ട് വാ. ഭയങ്കര ചൂട്. വൈകുന്നേരമായ നല്ല തണുപ്പായിരിക്കും. മച്ചാനെ സിറേറ്റ് ഇല്ല, മൂക്കിപ്പൊടി പൊടി. ഈ നാട്ടിൽ ഇങ്ങനെയാണോ? എന്ത്? ഒരാൾ വലിക്കാം, മറ്റാൾ തുമ്മ. ഇല്ലാത്തതിൽ തപ്പിട്ട് ഒരു കാര്യമില്ലടോ. ഞാനതൊക്കെ ഷർട്ട് അടിച്ചിറങ്ങും. നല്ല ഏരിയ. സൗകര്യങ്ങളൊക്കെ കുറവാ. അല്ല, അതിനുള്ള വാടകയുള്ളൂ 300 രൂപ. ഓക്കെ. അല്ല, ഇവിടുന്ന് ഓഫീസിലേക്ക് അധികം ദൂരം ഉണ്ടോ? ഏയ്, കഷ്ടിച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ. ഒരു 3-4 കിലോമീറ്റർ വരും. അയാളോടൊന്ന് അടിച്ചു തൂത്തിടാൻ പറഞ്ഞതാണ്. ചെയ്താവോ? എനിക്കുള്ള റൂമിൽ ഫാനൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഭയങ്കര ചൂട്. ഇവിടെ പ്രേതഭൂതങ്ങൾ വല്ലതും ഉണ്ടോ? ഇതുവരെ ഇല്ല. ഇനി താനായിട്ട് ഉണ്ടാക്കാതിരുന്നാ മതി. അതിന് നിന്നെ ഞങ്ങൾ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കില്ല കേട്ടോ. കൗണ്ടമണി ആള് രസികനാണല്ലോ. എന്നാ ഞാൻ പോട്ടെ. സുബ്രഹ്മണ്യ, ഇവിടെ അടുത്തെങ്ങനെ ക്ഷേത്രങ്ങളുണ്ടോ? ഇവിടെ അടുത്ത് 1-2 ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ കുറച്ചു മാറി ഒരു വലിയ കോവിലുണ്ട്, മാരിയമ്മൻ കോവിൽ. എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ജോലി കിട്ടാനും കല്യാണം നടക്കാനും പ്രത്യേക പൂജയുണ്ട്. നല്ല ശക്തിയുള്ള ദേവിയാ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച ഉദ്ദേശ കാര്യം സാധിക്കും, ഉറപ്പാ. പ്രാർത്ഥിച്ചാ കല്യാണം നടക്കുന്ന ഉറപ്പാണോ? പിന്നെ അല്ല, കക്ഷി ചില പറയാൻ പറ്റാത്ത പ്രശ്നമുള്ള പാർട്ടിയുടെ. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സംഗതി നടക്കും. എന്താഴിഞ്ഞ്? ഉള്ളഴിഞ്ഞ്. എന്നാ അമ്പലത്തിൽ പോയിട്ട് തന്നെ കാര്യം. എന്തേ?
இதா பார், அந்த அருணாச்சலம் படத்துல ரஜினி நடிப்பு எவ்வளவு அழகா இருக்கு தெரியுமா? சூப்பர். நான் அந்த படத்தை 10 வாட்டி பார்த்து கூட எனக்கு அந்த கதையே புரியல. அப்படி ஒரு ஆக்டிங் பா. அதான்டா சூப்பர் ஸ்டார். இதாண்டா குறைச்ச பழம் கேட்டடா. வணக்கம் அண்ணே, இங்க சாப்பிடுறதுக்கு புற்றும் പപ്പടം கிடைக்குமா? തമിഴ് പറഞ്ഞ് ചീത്തയാക്കണ്ട, ഞാൻ മലയാളിയാ. പുട്ടും പപ്പടൊന്നും ഇവിടെ കിട്ടില്ല. നല്ല ചൂട് ദോശയും സാമ്പാറും തരാം. എന്താ? ആഹാ, മലയാളിയാ? ഈ തമിഴ്നാട് കേരള ബോർഡർ ആയതുകൊണ്ടേ ആരാ തമിഴൻ ഏതാ മലയാളി എന്ന് തിരിച്ചറിയാൻ പറ്റണില്ല. കണ്ണാടി നോക്കുമ്പോ ഞാൻ എന്നെ തന്നെ സംശയിച്ചു പോവാ, ഞാനൊരു തമിഴനാണോ ഒന്ന്. അല്ല, കണ്ടാൽ അങ്ങനെ തോന്നും, കവണ്ടമണിയെ പോലെ ഉണ്ട്. ആണോ? എല്ലാവരും പറയുന്നുണ്ട്. ഇനി തമിഴ് പടത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാ. മലയാളത്തിൽ പിടിച്ച് എടുത്തോളൂ, അല്ലാതെ എന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. ആരത്? എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയാ. നല്ല കളറ്. ഞാൻ വിചാരിച്ചു തമിഴത്തിയാണെന്ന്. ആ ലുക്കുണ്ടേ. എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് കൊച്ചാപ്പി. എന്ത് ചേട്ടൻ ചിരിക്കണേ? ചേട്ടന്റെ പേരെന്താ? വർഗീസ് വാഗത്താനം. വർഗീസ് വാഗ്ദാനോ? വാഗ്ദാനമല്ല, വാഗത്താനം. ആ, എനിക്ക് നാട്ടിലൊരു നാടക കമ്പനി ഉണ്ടായിരുന്നേ. അത് പൊട്ടിയപ്പോ ഇവിടെ വന്ന് ചായക്കട തുടങ്ങിയതാ. അപ്പൊ പിന്നെ ഇത് പൊട്ടേരിക്കല്ലേ? അല്ല, ഇവിടെ ജോലി സംബന്ധമായിട്ട് വന്നാണോ? അതെ, എന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ണികൃഷ്ണൻ. അവനിവിടുത്തെ സെയിൽ ടാക്സ് ഓഫീസിലേക്ക് സ്ഥലമാറ്റം കിട്ടി. ഞാൻ വെറുതെ കൂട്ടിന് വന്നാ. അത് ശരി. ഇവിടെ എവിടെ താമസിക്കുന്നേ? ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാ വലത്തോട്ടുള്ള റോട്ടില്ല. എന്തായാലും ഒരു മലയാളി ടീ സ്റ്റാൾ തന്നെ കിട്ടിയല്ലോ, അതും ഒരു അച്ചായന്റെ. അപ്പൊ പിന്നെ ഇവിടെ നിന്ന് പറ്റു തുടങ്ങാം. പിന്നെന്താ? കടിക്കാൻ എന്തിനു വേണോ? കടിക്കാൻ ഒരു കട്ടിറുമ്പിന് കിട്ടോ? ആള് കൗണ്ടമണിയെ പോലെ തമാശക്കാരനാണല്ലോ. ജീവിതം തന്നെ ഒരു തമാശയല്ലേ ചേട്ടാ? എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? വേറൊന്നുമല്ല, സേതുവിനെ കുറിച്ച് തന്നെ. പിന്നെ സേതുവിന്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ ചെല്ലി ഇവിടെ നടക്കുന്നുണ്ട്. അവരെ കുറിച്ചും പറയാം. അതൊക്കെ ഈ വഴിയിൽ നിന്നിങ്ങനെ സംസാരിക്കണോ? എവിടെങ്കിലും പോയിരുന്ന് സ്വസ്ഥമായിട്ട് സംസാരിച്ചാലോ? മായ എന്ത് പറയുന്നു? എങ്കിൽ കോഫി ഹൗസിൽ പോവാം. അയ്യോ, കോഫി ഹൗസിലോ? വേണ്ട വേണ്ട. അതെന്താ? കണ്ട അലവലാദികളും വായി നോക്കികളൊക്കെ ഉടുത്തൊരുങ്ങി അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. നിനക്കെന്താ ചീങ്ങന്നുണ്ടോ? ഒരു വക കണ്ണടയും ടൈയും. എടാ, ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? എന്താ, പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? ഓഹോ, ഇതാണോ സിമ്പിൾ ഡ്രസ്? അതെ, എന്താ കുഴപ്പം? കണ്ടോ കണ്ടോ, കാക്കറിയാൻ കറക്റ്റ് കക്കൂസ് എവിടെയാണെന്ന്. ഇനിയെങ്കിലും ഊരി കളയടേ. അപശകുനമാണല്ലോ, കാക്കയാണ് തൂറിയിരിക്കുന്നത്. അവൻ നമ്മളെ പറ്റിക്കൂ? ഏയ്, ഇതൊന്നും നോക്കണ്ട. അവ അവളെ വിളിച്ചോണ്ട് വരും. ഞാനാ പറയുന്നത്, വന്നില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കിട്ടോ. നിന്റെ പേര് എന്റെ പട്ടിക്ക്, എന്നിട്ട് വേണം അതിന്റെ കടി ഞാൻ കൊള്ളാൻ. ഒന്ന് പോടാ. ഒന്ന് കുട്ടി, മുഖത്തായില്ലല്ലോ. ഏയ്, അറിയൂല. സേതു ആത്മഹത്യ ചെയ്ത് എന്തിനാണെന്ന് മായയ്ക്ക് അറിയണമല്ലേ? എന്നാൽ അറിഞ്ഞോളൂ, സേതുവിന് ഈ നാട്ടിൽ ഒരു പെൺകുട്ടിയോട് പ്രേമമുണ്ടായിരുന്നു. അവളെ കാണാനും അവളുമായിട്ട് അടുക്കാനും വേണ്ടിയാണ് സേതു ഇവിടെ കഴിഞ്ഞത്. അവളെ നഷ്ടപ്പെട്ടപ്പോൾ സേതു ആത്മഹത്യ ചെയ്തു. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? മരിച്ചുപോയ ഞങ്ങളുടെ സേതുവിനെ കുറിച്ച് ഞങ്ങൾ എന്തിനു നുണ പറയണം? ആരായിരുന്നു പെൺകുട്ടി? ആരാ, ഏതാ, എങ്ങനെ പരിചയപ്പെട്ടു, എവിടെ വെച്ച് പരിചയപ്പെട്ടു എന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങളാരും അവളെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഒന്ന് മാത്രം അറിയാം, അവൾക്കും സേതു എന്ന് വെച്ച ജീവനായിരുന്നു. സേതു ആ ബന്ധത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞപ്പോഴേക്കും അവളെ വീട്ടുകാർ വീട്ടുതടങ്കലിലാക്കി കഴിഞ്ഞിരുന്നു. ഒരു അന്യജാതിക്കാരനായ പുരുഷനെ പ്രേമിച്ചത്. പിന്നീട് ഒരു യുദ്ധമായിരുന്നു. ഒരു ഭാഗത്ത് അവളുടെ വീട്ടുകാരയച്ച ഗുണ്ടകളും ബന്ധുക്കളും, മറുഭാഗത്ത് സേതുവും, പിന്നെ ഞങ്ങൾ 4 പേരും. ഇവനെ എടുത്തിട്ട് ഇടിച്ചപ്പോ ഞങ്ങൾ ഒന്ന് രക്ഷിച്ചില്ലേ? അവന്മാരൊക്കെ അതിൽപ്പെടുന്നവരാ. സേതു മരിച്ചിട്ടും അവർക്ക് ഞങ്ങളോടുള്ള പക തീർന്നിട്ടില്ല. അതെയോ? ഈ ലോകം മുഴുവൻ എതിർത്താലും
ഞങ്ങൾ സേതുവിനോടൊപ്പം നിന്നേനെ. അവളെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ തൂക്കിയെടുത്ത് സേതുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടേനെ. പക്ഷേ സേതു അതിനൊന്നും സമ്മതിച്ചില്ല. ഞങ്ങൾ മാറി മാറി ചോദിച്ചിട്ടും അവളെപ്പറ്റി സേതു ഒന്നും പറഞ്ഞില്ല. മടങ്ങുമ്പോ ഞങ്ങളെ 4 പേരെയും കെട്ടിപ്പിടിച്ച് സേതു കരഞ്ഞു. കണ്ണീരോടുകൂടി യാത്ര ചോദിച്ചവൻ ഇറങ്ങിപ്പോയി. പക്ഷെ അത് അവന്റെ അവസാനത്തെ യാത്രയായിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പുക്കുട്ടാ, നീ വന്നേ. ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാടാ പുല്ലേ. ഓക്കെ 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 ഓക്കെ. ഓക്കെ. ഇതേത് പാതാളത്തിലേക്കാ? ദൂരം കുറെ ആയല്ലോ. ഈ കല്യാണം നടന്ന വല്ലപ്പോഴും ഭാര്യ വീട്ടിൽ വരണമെങ്കിൽ എന്റെ 3-4 ക്യാഷ് ലീവ് പോയി കിട്ടും. മാങ്ങോത്തൊലി എങ്ങനെയെങ്കിലും കല്യാണം നടന്നു കണ്ടാ മതി എനിക്ക്. അപ്പോഴാ നിന്റെ കാശുവാലിറ്റിയും പ്രോപണപണ്ടും സ്വർണ്ണപ്പണ്ടൊക്കെ. കല്യാണം ഉൾപ്പെടെയുള്ള ഒരു ഇടത്തരക്കാരന്റെ എല്ലാ കാര്യങ്ങളും പ്രശ്നമാണ് കൊച്ച. ഒരു NGOക്ക് എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന. നിർത്ത് നിന്റെ NGO കഥാപ്രസംഗം. കുറെ നേരായി. ഈ പുഴയും കുന്നും കടന്ന് ഇവിടെ വരേണ്ട കാര്യം എന്താണെന്ന് അറിയോ നിനക്ക്? നിന്റെ അച്ഛന്റെ സൽപ്പേരുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ആ പ്രദേശത്ത് നിനക്ക് ഒരു പെണ്ണിന് കിട്ടുന്നു തോന്നുന്നുണ്ട് ഉണ്ണീഷ്ണ. ഇവിടെ ആവുമ്പോ നിന്റെ അച്ഛന്റെ കരിവൂരിന്റെ ജീവിതം ഭൂതകാലം വർത്താനം ആരും അറിയില്ല. പിന്നൊരു കാര്യം, അവിടെ ചെന്ന് നിന്റെ അച്ഛൻ കോഴിക്കാല് മാധവ പണിക്കർ അന്നും വിസ്തരിക്കാൻ നിൽക്കണ്ട. അത് ശരി. ആളല്പ കുഴപ്പക്കാരനാണെന്ന് കരുതി സ്വന്തം തന്തയെ മാറ്റി പറയണമെന്ന് എന്നെ കിട്ടൂല. മാറ്റി പറയണമെന്നല്ല ഞാൻ പറഞ്ഞ. വീട്ടുപേരും ഫുൾ പേരും എഴുന്നള്ളിക്കാണ്ടിരുന്നാ മതി. അവിടെ ചെല്ലുമ്പോ നിന്റെ അച്ഛന്റെ പേര് KM പണിക്കരെന്ന് പറഞ്ഞാ മതി. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ മാറ്റി പറഞ്ഞു നോക്കിയതാ. അപ്പൊ അവരെന്നോട് ചോദിക്കാ ഈ കോഴി മാധവ പണിക്കർ എന്നാണ് KM പണിക്കരായതെന്ന്. അന്നാ ഒന്നുമില്ലാത്ത പണിക്കര്. ഒന്നുമില്ലാത്ത പണിക്കരാ? അയ്യോ, അന്ന് എന്തെങ്കിലും ഉള്ള പണിക്കര്. ഇപ്പൊ ഇതൊക്കെ പറയും. സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കും. അവിടെ ചെല്ലുമ്പോ ആദ്യം അവസ്ഥ എഴുന്നള്ളിക്കുന്നത് നീ ആയിരിക്കും. ആരാ പറഞ്ഞ പെൺകുട്ടിയുടെ അച്ഛൻ സായിപ്പാണെന്ന്? അയാള് നല്ല ഒന്നാന്തര മലയാളിയാ. പിന്നെ എനിക്ക് ഇത്തിരി ഓർമ്മശക്തി ഉള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. സൗകര്യം വന്നാ മതി. അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തൊന്നും നടത്തണ്ട. ഞാൻ വരുന്നില്ല ചേട്ടാ. വഞ്ചി വിട്. അയ്യോടാ, ഞാൻ തമാശ പറഞ്ഞതാ. ആണോ? നടക്ക്. ഞാൻ പറഞ്ഞു പിന്നെ ചേട്ടാ. എന്നാ ഞാൻ പറഞ്ഞു മുന്നിലേക്ക് വലിച്ചു. ഇത്രയും വൈകിയപ്പോ ഞാൻ കരുതി നിങ്ങൾക്ക് വഴിതെറ്റി കാണുമെന്ന്. അങ്ങനൊന്നും വഴി തരുന്ന ടൈപ്പ് അല്ല അമ്മാവൻ ഞങ്ങള്. ഇത് പെണ്ണിന്റെ അമ്മാവൻ കാശ്മാൻ. 24 മണിക്കൂർ ഷാപ്പിലാ. കുടിക്കാനൊന്നല്ല കേട്ടോ, പുള്ളിക്കാരൻ ഷാപ്പിന്റെ കോൺട്രാക്ടറാ. ഇത് മനസ്സിലായി. ഉണ്ണികൃഷ്ണൻ അല്ലേ? ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാ. അനന്തരവൾക്ക് വേണ്ടി അളിയൻ ടൗണിൽ ഒരു വീട് പണിയുന്നുണ്ട്. അത് സ്ത്രീധനമായിട്ടൊന്നും കൂട്ടണ്ട. അമ്മാവന്റെ തമാശ. എന്നാ പിന്നെ പെണ്ണിനെ വിളിച്ചോളൂ. യശോദേ, ഇതാണോ പെണ്ണ്? ഏയ്, ഇത് പെണ്ണിന്റെ അമ്മയാ, എന്റെ സഹോദരി. അയ്യോ, അമ്മയാണെന്ന്. മാലിനെ വിളിക്ക്. ഇപ്പൊ വരും. ചായ എടുക്ക. അങ്ങനെ ചായയിൽ മാത്രം ഒതുക്കണ്ട, പലഹാരം കൂടി ആയിക്കോട്ടെ. വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അല്ല, അവിടുന്ന് കഴിച്ച പലഹാരം ദഹിക്കേണ്ട സമയമായിട്ടില്ല. അതുകൊണ്ട് കാലിച്ചായ ആയാലും മതി. അല്ല ഉണ്ണീഷ്ണ? കുട്ടിയുടെ അച്ഛൻ സ്ഥലത്തില്ലേ? ആണ്ടിലും ആവണിയിലും ഒക്കെ വരൂ. ഏത് സമയവും യാത്രയല്ലേ. കൈപുണ്യമുള്ള തിരുമുകാരനാ. ദേ അതാ ആള്. എന്തുപറ്റി? കുട്ടിയെ കണ്ടേ? ഇനി എന്തു പറ്റാൻ? ഇത് തന്നെ അവന്റെ അച്ഛനും. എന്റെ ദൈവമേ! ചേച്ചി,
എന്തത് ഇതൊക്കെ നമുക്കൊരു സന്തോഷല്ലേ? എൻജോയ് ചെയ്യൂ. എവിടെ എവിടെ പോയി? എന്താണ് കൂന്നത്? നീ ആളെ കളിയാക്ക? ഞാൻ കൂവിതല്ല, വഞ്ചി വിളിച്ചതാ. എന്റെ പൊന്നുണ്ണീകൃഷ്ണ, നിന്റെ അച്ഛൻ അന്യനാട്ടിലും കുറ്റിയുള്ള കാര്യം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഇനി ഏത് കല്യാണക്കാര്യം വന്നാലും നിന്റെ അച്ഛൻ പണ്ടങ്ങനെ ആ പരിസരത്തോടെ പോയിട്ടും തിരക്കണത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാ. നിന്റെ അച്ഛന് കേരള പോലീസിലായിരുന്നില്ല ജോലി? അതെ. സമാധാനായി. അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള പെണ്ണിനെങ്കിലും പോയി നോക്കാലോ, പഞ്ചാബിന്നോ ഒറീസന്നോ. അങ്ങനെ തീർത്തു പറയാനൊന്നും പറ്റില്ല. എല്ലാ വർഷവും പുണ്യ ദർശനത്തിൽ എന്ന് പറഞ്ഞ് അങ്ങനെ ഓൾ ഇന്ത്യ ടൂർ നടത്താറുള്ളതാ. ഇനി വടക്കേ ഇന്ത്യയിൽ എനിക്ക് സിസ്റ്റേഴ്സ് ഉണ്ടോ എന്ന് ആർക്കറിയാം? ഇവിടെ അവിടെ ഉണ്ടോ ഒരു സിസ്റ്റർ പെറ്റണീറ്റ. എടാ, അച്ഛന്റെ 10-ൽ1 കഴിവ് നിനക്കുണ്ടായിരുന്നെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് 4-5 കുട്ടികൾ നിനക്കുണ്ടാവില്ലേ? എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്നൊന്ന് പോയാൽ മതി എനിക്ക്. പോണ്ട, മഞ്ചി വരും. എന്താടാ നേരത്തെ കൂടി എന്റെ ബാലൻസാ.